നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച ഒരു പ്രസ്താവന ഇന്ത്യയും ചൈനയും നരകക്കുഴി ലോക രാഷ്ട്രീയത്തിൽ വലിയ പ്രതികരണങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. എന്നാൽ അതിൽ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് ഇറാനാണ്. അമേരിക്കയുമായി നേരിട്ടുള്ള സംഘർഷത്തിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടും ഇന്ത്യയെ പിന്തുണച്ച് തുറന്നു പറയാൻ ഇറാൻ മുന്നോട്ട് വന്നത് ഈ സംഭവത്തെ സാധാരണ വിവാദമായി മാത്രം കാണാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കുകയാണ്. ഇതൊരു ഡിപ്ലോമാറ്റിക് സന്ദേശമാണ്. അമേരിക്കയുടെ വാക്കുകൾക്കെതിരെ ഏഷ്യൻ ശക്തികൾ തമ്മിലുള്ള ഐക്യം രൂപപ്പെടുന്നുവെന്ന സൂചന. ട്രംപിന്റെ പരാമർശം ഒരു സാധാരണ രാഷ്ട്രീയ വിമർശനം മാത്രമായിരുന്നില്ല. അത് ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെയും ആഗോള സ്ഥാനത്തെയും അവഹേളിക്കുന്ന തരത്തിലുള്ളതായി. എന്നാൽ അതിന് മറുപടിയായി ഇറാൻ എടുത്ത നിലപാട് ശ്രദ്ധേയമാണ്. ഇന്ത്യയും ചൈനയും സംസ്കാരങ്ങളുടെ തറവാട് എന്നാണ് ഇറാൻ വിശേഷിപ്പിച്ചത്. ഈ ഒരു വാക്കു തന്നെ വലിയ രാഷ്ട്രീയ അർത്ഥം വഹിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാഗരികതകളിൽ ഒന്നായ ഇന്ത്യയെ തുറന്നു പറഞ്ഞ് പിന്തുണച്ചത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പുതിയ പിന്തുണയുടെ അടയാളമാണ്. ചൈനയും ഇന്ത്യയും നാഗരികതയുടെ കളിത്തൊട്ടിലുകളാണെന്ന് ഇറാൻ പറഞ്ഞു. ഇറാൻ, ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ടോക്ക് ഷോയുടെ ട്രാൻസ്ക്രിപ്റ്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റീപോസ്റ്റ് ചെയ്തതിനു പിന്നാലെയാണ് ഇറാന്റെ വിമർശനാത്മകമായ പ്രതികരണം ഉണ്ടായത്. യുദ്ധക്കുറ്റവാളിയായ പ്രസിഡന്റ് ഇറാൻ നാഗരികതയെ നശിപ്പിക്കുമെന്ന് എവിടെ നിന്നാണോ ഭീഷണിപ്പെടുത്തിയത് ആ സ്ഥലമാണ് നരകം. ഹൈദരാബാദിലെ ഇറാനിയൻ എംബസി എക്സിൽ ഇങ്ങനെ കുറിച്ചു. ഭിന്നിപ്പിച്ച് ഭരിക്കുക, പക്ഷേ ട്രംപ് യാതൊരു നിയമവും ഇല്ലാതെ ഭിന്നിപ്പിക്കുകയാണ് എന്നും എംബസി മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞു. അമേരിക്കൻ റേഡിയോ ഹോസ്റ്റ് മൈക്കിൾ സാവേജ് നടത്തിയ ഒരു ടോക്ക് ഷോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ട്രംപ് റീപോസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് ഈ വിശദീകരണം വന്നത്. അതിൽ മൈക്കിൾ സാവേജ് ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളെ നരകതുല്യമായ സ്ഥലങ്ങൾ എന്ന് വിശേഷിപ്പിക്കുകയും അവിടെ നിന്ന് ആളുകൾ ഗർഭകാലത്തിന്റെ 9ാം മാസത്തിൽ അമേരിക്കയിലേക്ക് വന്ന് അവരുടെ കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം നേടുന്നതിനെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇന്ത്യയെയും ചൈനയെയും അവഹേളിച്ചപ്പോൾ ഇറാൻ അതിനെ നേരിട്ട് ചോദ്യം ചെയ്തു. ഇന്ത്യയെ നരകക്കുഴി എന്ന് വിളിക്കുന്നതല്ല പ്രശ്നമെന്ന്, മറിച്ച് യുദ്ധഭീഷണികളിലൂടെ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയമാണ് യഥാർത്ഥ പ്രശ്നമെന്ന് ഇറാൻ തിരിച്ചടിച്ചു. ഇത് അമേരിക്കയുടെ ആധിപത്യ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്യുന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്താവനയാണ്. ഇന്ത്യയുടെ നിലപാടിനും ഇതിന് പിന്നിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യ തന്നെ ഈ പരാമർശത്തെ അറിവില്ലാത്തതും അനുപയോഗയോഗ്യവും എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇറാൻ എടുത്ത നിലപാട് അതിലും ശക്തമായി. ഇന്ത്യയെ വിമർശിച്ച ട്രംപിനോട് ഒരിക്കൽ ഇന്ത്യയിൽ വന്നു നോക്കൂ എന്ന രീതിയിൽ തന്നെ പരിഹസിച്ചുകൊണ്ട് ഇറാൻ പ്രതികരിച്ചു. ഇതൊരു പുതിയ ഡിപ്ലോമാറ്റിക് സിഗ്നലാണ്. അമേരിക്കയുമായുള്ള നേരിട്ടുള്ള സംഘർഷത്തിൽ നിൽക്കുന്ന ഇറാൻ ഇന്ത്യയെ ഒരു സുഹൃത്ത് രാജ്യമായി തുറന്നു പറയുകയാണ്. അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമായിരിക്കുമ്പോഴും ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന് പുതിയ അവസരങ്ങൾ തുറക്കുകയാണ്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലം കൂടി ഈ സമയം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ശക്തമായിരിക്കുകയാണ്. അത്തരമൊരു സമയത്ത് ഇന്ത്യയെ പിന്തുണച്ച് ഇറാൻ മുന്നോട്ട് വരുന്നത് ഇന്ത്യയുടെ പ്രാധാന്യം ഉയർന്നു വരുന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ്. ഇതൊരു രാഷ്ട്രീയ കണക്കുകൂട്ടലും കൂടിയാണ്. ഇന്ത്യയും ഇറാനും ചരിത്രപരമായി ശക്തമായ ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ്. ഊർജ സഹകരണം, വ്യാപാരം, സാംസ്കാരിക ബന്ധങ്ങൾ എല്ലാം കൂടി ഈ ബന്ധം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രസ്താവന ആ ബന്ധം ഒരു പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇന്ത്യയെ വിമർശിച്ച അമേരിക്കൻ നേതാവിനെതിരെ എതിർപ്പ് തുറന്നു പറഞ്ഞത് ഇറാൻ ഇന്ത്യയോടുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിന്റെ ഭാഗം കൂടിയാണ്. ഇത് ഇന്ത്യക്ക് ഒരു അവസരം കൂടിയാവും. അമേരിക്കയുമായി ബന്ധം നിലനിർത്തുന്നതിനോടൊപ്പം ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായുള്ള ബന്ധവും ശക്തിപ്പെടുത്താനുള്ള സാഹചര്യം ഇതിലൂടെ ഉരുത്തിരി. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു സമതുലിത നിലപാട് സ്വീകരിക്കുന്നതിന്റെ പ്രാധാന്യം ഇതിലൂടെ വീണ്ടും തെളിയിക്കപ്പെടുകയാണ്. ഇറാൻ ഇന്ത്യയെ പിന്തുണച്ചത് ഒരു രാജ്യത്തിനെതിരായ പ്രതികരണം മാത്രമല്ല, അത് ഏഷ്യൻ ഐക്യത്തിന്റെ ഒരു സന്ദേശം കൂടിയാണ്. ഇതിലൂടെ ഒരു കാര്യമാണ് വ്യക്തമാകുന്നത്: വിമർശനങ്ങൾ ഉയർന്നാലും ഇന്ത്യയുടെ സ്ഥാനം താഴില്ല. മറിച്ച് ലോകത്തിലെ മറ്റു ശക്തികൾ പോലും ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്.